വെൽക്കം ടു പയനിയർ. കൊച്ചിൻ ഷിപ്പ്യാർഡിലോട്ട് ടെക്നീഷ്യൻ ട്രേഡ് അപ്രന്റീസ്ഷിപ്പിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ITI അപ്രന്റീസും ടെക്നീഷ്യൻ വൊക്കേഷണൽ അപ്രന്റീസുമാണ് വിളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 26/10/2022 ആണ്. 12 തീയതി മുതൽ ഒക്ടോബർ 12 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഏതൊക്കെ ബ്രാഞ്ചിനാണ് ഏതൊക്കെ ട്രേഡിനാണെന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇലക്ട്രീഷ്യന് 46 ഒഴിവുകൾ ITIയുടെ ബേസാണ് പറയണത്. ഫിറ്ററിന് 36 ഒഴിവുകളും വെൽഡറിന് 47 ഒഴിവുകൾ, മെഷീനിസ്റ്റിന് 10 ഒഴിവുകൾ, ഇലക്ട്രോണിക് മെക്കാനിക്കിന് 15 ഒഴിവുകളും, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കിന് 14 ഒഴിവുകളും, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കലിന് 6 ഒഴിവുകളും, ഡ്രാഫ്റ്റ്മാൻ സിവിലിന് 4 ഒഴിവുകളും, പെയിൻറ്റർ 10 ഒഴിവുകളും, മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് 10 ഒഴിവുകളും, ഷീറ്റ് മെറ്റൽ വർക്കറിന് 47 ഒഴിവുകളും, ഷിപ്പ് റൈറ്റ് വുഡ് കാർപ്പൻ്ററിന് 19 ഒഴിവുകളും, മെക്കാനിക് ഡീസലിന് 37 ഒഴിവുകളും, ഫിറ്റർ പൈപ്പ് അതായത് പ്ലംബറിൻ്റെ ഒഴിവ് 47 എണ്ണം, റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ്റെ മെക്കാനിക്കിന് അതിൻ്റെ വേക്കൻസി വരുന്നത് 10 എണ്ണമാണ്. മൊത്തം 348 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് വരുന്നത് 8000 രൂപയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വൊക്കേഷണലിൻ്റെ ടെക്നീഷ്യൻ്റെ അപ്രൻറ്റീസിൻ്റെ ഡിസിപ്ലിനും അതിൻ്റെ വേക്കൻസീസ് നോക്കാം. അക്കൗണ്ടിങ് ടാക്സേഷന് 1 ഒഴിവ് ആണുള്ളത്. ബേസിക് നേഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയറിന് 1 ഒഴിവുകൾ, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് 2 ഒഴിവുകൾ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ടെക്നോളജിക്ക് 1 ഒഴിവുകളും, ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിന് 3 ഒഴിവുകളും, മൊത്തം 8 ഒഴിവുകൾ. അതിൻ്റെ സ്റ്റൈപ്പൻഡ് വരുന്നത് 9000 രൂപയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ITI ട്രേഡ് അപ്രന്റീസിൻ്റെ ഒഴിവുകൾ ക്വാളിഫിക്കേഷൻ വരുന്നത് 10 പാസ്സാവണം, 10th പാസ്സാവണം. അതിന് ശേഷം അത് മാത്രമല്ല ITIയിൽ NTC സർട്ടിഫിക്കറ്റ് വേണം. അത് ഏതാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ കൺസേൺ ട്രേഡിൽ ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ ടെക്നീഷ്യൻ വൊക്കേഷണൽ അപ്രന്റീസിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സാണ്, VHSE പാസ്സായിരിക്കണം. അതുതന്നെ ഇതാ കൺസേൺഡ് ഡിസിപ്ലിനിൽ പാസ്സായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് പറഞ്ഞത് നമുക്ക് 18 വയസ്സ് ആയിരിക്കണം, അത്രേ അവർ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള റിസർവേഷൻ്റെ ബേസിൽ SC ST അതുപോലെ OBCക്ക് 3 വർഷം, SC STക്ക് 5 വർഷം, PWBDക്ക് 10 വർഷം, അങ്ങനെയാണ് അതിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പാസ്സായ എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ്, മാർക്കിൻ്റെ ബേസിലാണ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വെച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് പറയണത്. ഓക്കെ, അതായത് 1 ടൈം രജിസ്ട്രേഷൻ ആണ്. CSL കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ സാപ്പി റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ കയറണം. എന്നിട്ട് അതിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ശേഷം എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ അതിൽ സബ്മിറ്റ് ചെയ്യണം. ഏതാണോ ട്രേഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രേഡിൽ എന്ത് ചെയ്യുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 26 ഒന്നും കൂടെ പറയാം, 26/10/2022 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ അപ്രന്റീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കണ ഒരു ജോലിയാണ്. ഓക്കെ, ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.